സങ്കീർത്തനം 32 സങ്കീർത്തനം അതിൻ്റെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിന്നെ ഉപദേശിച്ച് നീ നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. സ്തോത്രം. പേഴ്സണല, വ്യക്തിപരമാണ്. ഒറ്റയാളോടാ പറയുന്നത്. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരും, നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. 3 കാര്യങ്ങളാണ്. മലയാളത്തിൽ ക്ലിയർ അല്ല, ഇംഗ്ലീഷിൽ ക്ലിയറാണ്. 3 കാര്യങ്ങൾ. 1 ഇൻസ്ട്രക്റ്റ്, 2 ടീച്ച്, 3 ഗൈഡ്. ദൈവത്തിൻ്റെ ആലോചന വ്യക്തിപരമായിട്ട് പറയുമ്പോൾ 3 കാര്യങ്ങൾ അതിനകത്ത് ഇംഗ്ലീഷിൽ. 1 ഇൻസ്ട്രക്റ്റ് ചെയ്യും, നിർദ്ദേശങ്ങൾ തരും. 2 ടീച്ച് ചെയ്യും, പഠിപ്പിച്ചു തരും. 3 ഗൈഡ് ചെയ്യും, നയിക്കും. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അപ്പോൾ 3 കാര്യങ്ങൾ അവിടെ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ 1 സ്തോത്രം, ഇൻസ്ട്രക്ഷൻ, നിർദ്ദേശങ്ങൾ ദൈവം തരും. സ്തോത്രം. ആ നിർദ്ദേശം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ പ്രകാശിപ്പിക്കാനാണ്. എൻലൈറ്റൻ അവർ ഇൻ്റലിജൻസ്. സ്തോത്രം. ഒന്നാമത് സംഭവിക്കുന്നത് അങ്ങനെ. അപ്പോൾ നമ്മുടെ കൊച്ചു ബുദ്ധിക്കകത്ത് നമുക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മളിരിക്കണേ. അപ്പോൾ ദൈവം പ്രകാശിപ്പിച്ചു തരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹിതം ദൈവം. ആമേൻ. ഹല്ലേലൂയ. രണ്ടാമത്തേതാണ് ടീച്ചിങ്. ഒരു പ്രത്യേക കാര്യം ചെയ്യാനായിട്ട് എന്തു വേണം? അത് ദൈവം അഭ്യസിപ്പിക്കണം, പരിശീലിപ്പിക്കണം. അതിനെന്ത് ചെയ്യും? യോസേഫെ, 13 വർഷം നിന്നെ ഞാനൊന്ന് ടീച്ച് ചെയ്യാൻ പോവാം. ദൈവം ഒരു സ്വപ്നം തന്നാൽ യോസേഫിന് അറിയാം ഇത് എത്ര ദീർഘിക്കുന്നോ അത്രമാത്രം ശ്രേഷ്ഠമാണ് അതിൻ്റെ അനുഭവം. ഹല്ലേലൂയ. 13 വർഷം ടീച്ച് ചെയ്തു. സ്തോത്രം. അല്ലേ? അവനെക്കുറിച്ചുള്ള അരുളപ്പാട് നിവർത്തിയാകുവോളം അവന് ശോധനയെ കൂടെ പോകേണ്ടി വന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ടീച്ച് ചെയ്യും. എന്തിന്? ഒരു പദ്ധതിക്ക് വേണ്ടി, ഒരു പ്ലാനിന് വേണ്ടി എന്തു ചെയ്യും? ദൈവം പഠിപ്പിച്ച് ഒരുക്കിയെടുക്കും. സ്തോത്രം. 80 വർഷം മോശയെ പഠിപ്പിച്ചു. 40 വർഷം കൊട്ടാരത്തിലിട്ട് പഠിപ്പിച്ചു. 40 വർഷം മരുഭൂമിയിലിട്ട് പഠിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ സ്തോത്രം സംഗതി ശരിയായി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ പഠിപ്പിക്കും. 3 സ്തോത്രം, ഒരു പ്രശ്നം ജീവിതത്തിൽ വരുമ്പോൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യത്തിന് ഒരു ഗൈഡൻസ് ദൈവം തരും. സ്തോത്രം. എല്ലാത്തിനും ഉപവാസമല്ല, ചിലതിന് വചനം വെച്ച് നിശാസിക്കണം. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ വചനപ്രകാരം വിട്ടുപോകാൻ പറയണം പിശാചിനോട്. ഹല്ലേലൂയ. മനസ്സിലാക്കണം, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാണോ സംഭവിച്ചത്? 2 ഇത് ദൈവം അനുവദിച്ചതാണോ? 3 ഇത് പിശാചിൻ്റെ ഒരു പോരാട്ടമാണ്.